കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. നമുക്കിന്നൊരു ഇഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ ഇന്നത്തെ ഇഡലി ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ രീതി ഇത് വാഴയിലയിലോ അതല്ലെങ്കിൽ മുരിക്കിൻ്റെ ഇലയിലോ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇലയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഇഡലിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ഞാനിവിടെ 2 ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ സാധാരണ പച്ചരി ആയാലും മതി. അപ്പോൾ 2 ഗ്ലാസ് ഇഡ്ഡലി റൈസിന് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 5 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കാം. ഞാൻ അരിയും ഉഴുന്നും നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പിടി ചോറും കൂടെ ഞാൻ അരച്ചു വെച്ചിരുന്നു. ഞാൻ അരയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതിപ്പം ഞാൻ ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന ശേഷമുള്ള എൻ്റെ അരിമാവാണിത്. ഇത് ഇന്നലെ രാത്രിയിലാണ് ഞാനിത് അരച്ചു വെച്ചിരുന്നത്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ ഇനി നമുക്കിത് ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ വാഴയില ഇതുപോലെ മുറിച്ചിട്ട് ഞാനൊന്ന് തീയിൽ വെച്ചൊന്ന് വാട്ടിയെടുത്തിരുന്നു. അതിനുശേഷം ഇതുപോലെ എണ്ണയൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇഡലിക്കുട്ടമല്ലേ അതിതുപോലെ അടുപ്പത്ത് വെച്ച് ആവി കയറ്റി നമ്മുടെ ഈ ഇലയുണ്ടല്ലോ, ഇല ഇതുപോലെ ഓരോ തട്ടിലും വെച്ച് ഇതുപോലെ വെക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അരിമാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യത്തെ തട്ടിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്ത തട്ടും അതുപോലെ വെച്ചിട്ട് ഓരോ ഇലയിലും നമുക്ക് അരിമാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇഡലിക്കുട്ടകം അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് ആവി കയറ്റി നമ്മുടെ ഇഡലി പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡലി ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ഇഡലി പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഡലി വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ വല്ലതും എടുത്തിട്ട് ഇഡലിയുടെ മിഡിലോട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടൊന്ന് ഇറക്കി നോക്കുക. അപ്പോൾ ആ ടൂത്ത് പിക്ക് നല്ലപോലെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ, അതായത് അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇഡലി വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇഡലി നല്ല സോഫ്റ്റാണ്, നല്ല പൂ പോലത്തെ ഇഡലിയാണിത്. നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക. കാരണം ഈ വാഴയിലയിൽ വെച്ചുണ്ടാക്കിയത് കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. കാരണം വാഴയിലയുടെ ഫ്ലേവറൊക്കെ ഇഡലിയിലോട്ട് കൂടെ ചെല്ലുമ്പം ഒരു പ്രത്യേക രുചി ഉണ്ടായിരിക്കും നമ്മുടെ ഇഡലിക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ഷെയറും ലൈക്കും ചെയ്യുക. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എന്നെ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.